നമസ്കാരം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 15 വിദ്യാസമ്പന്നരായ മലയാളി പെൺകുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ദൗത്യം, അവരുടെ സ്വപ്നം, അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇങ്ങനെ പലതും നമ്മൾ ഈ പരിപാടിയിലൂടെ കണ്ടുപോകുന്നുണ്ട്. ഞാൻ സ്ത്രീ എന്ന പരിപാടി കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ ഫോണിൽ കൂടെയും SMS കൂടെയും ഫേസ്ബുക്കിലൂടെ നല്ല നല്ല മെസ്സേജസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു മെസ്സേജ് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം മീഡിയ വണ്ണിലെ ഞാൻ സ്ത്രീ എന്ന പരിപാടിയിലെ അണിയറ പ്രവർത്തകർക്ക് എൻ്റെ വലിയ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. കാര്യം ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷനും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ പരിപാടി ഇഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ആദ്യം ഞാൻ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ശ്രീമതി KR മീര, അഡ്വക്കേറ്റ് വാമനകുമാർ, ശ്രീ KP രാമനുണ്ണി. വെൽക്കം ജഡ്ജസ്. ഇനി എൻ്റെ 3 സുഹൃത്തുക്കൾ. ലീന കുര്യൻ ഫ്രം ബാംഗ്ലൂർ, അടുത്തതായി റോഷ്നി ഫ്രം ബാംഗ്ലൂർ, മാരിയത്ത് ഫ്രം ചുങ്കത്തറ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയുടെ ആദ്യത്തെ സെഗ്മെന്റ് ഇവിടെ തുടങ്ങാൻ പോവാണ്. സ്വപ്നം ജീവിതം. ഒരു കൊച്ചുകുട്ടിയോട് നമ്മൾ ചോദിക്കുന്ന ഒരു 6 വയസ്സ് 7 വയസ്സ് എന്താവാൻ ആഗ്രഹം? ആൺകുട്ടികളാണെങ്കിൽ പറയും ഓട്ടോറിക്ഷ ഡ്രൈവർ ആവണം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്തണം. ഇതൊക്കെയായിരിക്കും ചിന്ത. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവരും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ കുറേ ഡിഫറെൻറ്റ് ഒരു ആഗ്രഹങ്ങളുണ്ടാവും. അതിനുശേഷമാണ് നമ്മളൊരു ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ കോൺടെസ്റ്റൻസിനെ കാണിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. സ്വപ്നം ജീവിതം എന്ന ഈ ഒരു ശരിക്കും പറയാച്ചാൽ പ്രൊഫൈൽ കോമ്പറ്റീഷനാണ്. നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? നിങ്ങളുടെ സ്വപ്നത്തിൽ മുന്നോട്ട് പോയി ആ ജീവിതത്തിൽ ഈ സ്വപ്നം നിങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാക്കി? ഇതൊക്കെയാണ് സ്വപ്നം ജീവിതത്തിൽ നമ്മുടെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇന്നത്തെ നമ്മുടെ സ്വപ്നം ജീവിതത്തിൻ്റെ കണ്ടസ്റ്റൻറ്റ് റോഷ്നി ഫ്രം ബാംഗ്ലൂർ. റോഷ്നി ഇന്ന് അതിസുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. എന്താണ് കാണാൻ പോകുന്ന പൂരം കേട്ടറിയേണ്ടെന്ന് ഒരു കാര്യമുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്താണ് എക്സ്പെക്ട്? ഇപ്പം മനസ്സിലെന്താണ്? സാധാരണ നമ്മുടെ സ്വപ്നം ജീവിതം ഒന്നും ആരും ക്യാമറയിൽ എടുക്കാറില്ല. അതുകൊണ്ട് ഇത് ഒരു പ്ലാറ്റ്ഫോം ആയത് വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, മലയാളം ഇപ്പോഴും ഒത്തിരി വശം കുറവാ. സാരമില്ല, ഞാൻ സഹായിക്കാം. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് തുടങ്ങുകയാണ്. സ്വപ്നം ജീവിതം. രോഷ്നിയുടെ എന്നത്തെയും സ്വപ്നം ഒരു നല്ല അധ്യാപികയാവുക എന്നതായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള സ്കൂളിനോടുള്ള വെറുപ്പിൽ നിന്നാണ് ഈ സ്വപ്നം ജനിക്കുന്നതും വളർന്നതും. സ്കൂളിലെ അനാവശ്യമായ അച്ചടക്ക നടപടികളും ശിക്ഷകളും ശിക്ഷണങ്ങളുമൊക്കെ രോഷ്നിയെ ചെറുപ്പം മുതലേ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒരു സ്കൂളിനെ കുറിച്ച് രോഷ്നി സ്വപ്നം കാണാൻ തുടങ്ങിയത്. അധ്യാപകർ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളാവുന്ന ഒരു സ്കൂൾ, കുട്ടികൾക്ക് നിറയെ സ്നേഹവും വാത്സല്യവും കിട്ടുന്ന ഒരു സ്കൂൾ. ഈ സ്വപ്നത്തെ ജീവിതം കൊണ്ട് രോഷ്നി ഇപ്പോൾ സാർത്ഥകമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലത്ത് നിളയുടെ തീരത്താണ് രോഷ്നിയുടെ അച്ഛനും അമ്മയും ജനിച്ചതും വളർന്നതും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് റോഷ്നി വളരെ പ്ലേഫുൾ ആയിരുന്നു, വളരെ സ്റ്റുഡിയസ് ആയിരുന്നു. സ്കൂളിലെല്ലാം നല്ല പേരാണ് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നത്. ഞാൻ സ്ത്രീ എന്ന പ്രോഗ്രാമിൽ രോഷ്നിയെ സെലക്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു സ്വപ്നത്തെ ജീവിതം കൊണ്ട് രോഷ്നി ഇപ്പോൾ സാർത്ഥകമാക്കിക്കൊണ്ടിരിക്കുന്നു. രോഷ്നിയുടെ ബാല്യവും കൗമാരവുമൊക്കെ മറുനാടുകളിലായിരുന്നു, ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ. അച്ഛന് മുൻപ് കാസ്ട്രോയിലായിരുന്നു ജോലി. ഇപ്പോൾ ബാംഗ്ലൂരിൽ ബിസിനസ് നടത്തുന്നു. റോഷ്നിയുടെയും ഈ പ്രോഗ്രാമിൻ്റെയും വിജയത്തിന് വേണ്ടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എനിക്ക് റോഷ്നിനെ 15 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ സെയിം സ്കൂളിൽ പഠിച്ചതാണ്.
ഈ പ്രോഗ്രാമിൽ റോഷ്നി പങ്കെടുക്കണേ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവൾക്ക് കുറേ കൊല്ലമായിട്ട് ഈ സാമൂഹ്യ സേവനത്തിൽ ഡൊണേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഐ എം ഹാപ്പി. റോഷ്നി സോബിൻ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഈ ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനും അതൊരു അഭിമാനകരമായ കാര്യമാണ്. തീർച്ചയായും റോഷ്നി ഇതിൻ്റെ ഫൈനലിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. റോഷ്നി ഇപ്പോൾ ബാംഗ്ലൂരിൽ ഭർത്താവ് ബോബനുമായി ചേർന്ന് കുട്ടികൾക്കായി ഒരു പ്ലേ സ്കൂൾ നടത്തുന്നു. മകൾ ഗൗരി എന്ന പ്രതീക്ഷ അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഈ പ്ലേ സ്കൂളിൽ കഴിയുന്നു. ക്ലബിലൊക്കെ കുറേ ആക്ടിവിറ്റീസ്, നമ്മുടെ ECA ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു മലയാളി അസോസിയേഷൻ്റെ ക്ലബ്ബാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും റോഷ്നി നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ ഒരു ഷോയിലേക്ക് സെലക്ട് ആയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ ടൈപ്പ് സപ്പോർട്ടും എൻ്റെ വക. ആൻഡ് ഓൾ ദ വിഷസ് ടു റോഷ്നി ആൻഡ് ദ ചാനൽ. റോഷ്നിയുടെ സ്കൂളിൽ കുട്ടികൾക്ക് എടുത്താൽ പൊന്താത്ത ബാഗോ യൂണിഫോമോ ഒന്നുമില്ല. കുട്ടികളെ ക്ലാസ്സിനു പുറത്തു നിർത്തി ശിക്ഷിക്കാറുമില്ല. She's a complete person, the type of person anybody would aspire to be. She's simple, intelligent, successful yet humble, fun-loving yet disciplined, friend, philosopher and guide. She's very kind and very helping. She's the kind of the boss who I like to work with, and I wish her all the best. പഠനം കുട്ടികളെ ഭയപ്പെടുത്തരുതെന്ന് റോഷ്നി വാദിക്കുന്നു. ഞാൻ സ്ത്രീ എന്ന പ്രോഗ്രാമിലെ 15 കണ്ടസ്റ്റൻസിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഞാൻ. ഈ പ്രോഗ്രാം ചെയ്യാൻ ഞാൻ സെലക്ട് ആയി. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ കുറേ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. പിന്നെ ഇത് വേറെ ഷോസിനെ പോലെ അല്ലാണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഷോ ആണ്. ഈ ഷോ ഒരു വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്ലാസ്സിലൊരു കുട്ടീനെ പുറത്ത് നിർത്തുക, അത് വേറെ പിള്ളേർ കാണുക, അത് അവർക്കൊരു ഇൻസൾട്ടായി തോന്നും. അപ്പം അത് അവരെ ബാധിക്കും. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടപൊരുതാൻ ചങ്കൂറ്റം കാണിച്ച നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വർഗീയവാദിയായി മുദ്രകുത്തി. ചരിത്രം അതേറ്റുപാടി. തികഞ്ഞ മതേതരവാദിയും മനുഷ്യസ്നേഹിയുമായിരുന്ന ടിപ്പുവിന്റെ മാനുഷികത അനാവരണം ചെയ്യുന്ന പരമ്പര ടിപ്പു സുൽത്താൻ. സോഷ്യലിസ്റ്റ് ജനത സത്യത്തിൽ മുന്നണി വിട്ട് പോകേണ്ടതായിരുന്നില്ല. തിരിച്ചു വരാൻ അവർ തയ്യാറായാൽ ജനതാദളിൻ്റെ പ്രാതിനിധ്യം, അതും അതിൻ്റെ അഖിലേന്ത്യാ പ്രസ്ഥാനവുമായി യോജിച്ചു നിൽക്കുന്ന ജനതാദളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ LDFിലുള്ളത്. ആ ജനതാദളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെക്കുറിച്ച് ഈ LDFിലെടുക്കുന്ന കാര്യം ആലോചിക്കേണ്ടത്. ശ്രീ KM മാണി മുന്നണിയിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞു, ഞങ്ങൾ സ്വാഗതം ചെയ്യും. അന്ന് തന്നെയാണ് SRPയും പറഞ്ഞത്, മുന്നണി വിപുലീകരിക്കാം, മുന്നണിയിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യാമെന്ന്. പിന്നീട് അത് തിരുത്തി പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. മാണി സാറിൻ്റെ മിനിമം പരിപാടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഹുമാനപ്പെട്ട മാണി സാറ് പലപ്പോഴും തൻ്റെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ഇതെടുക്കും. അതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് മാറാറില്ല. KM മാണിയെ പകുതി വിശ്വസിച്ചും സോഷ്യലിസ്റ്റ് ജനതയെ പരോക്ഷമായി ക്ഷണിച്ചും ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ മനസ്സ് തുറക്കുന്നു. വ്യൂ പോയിന്റിൽ നാളെ രാത്രി 10 മണിക്ക്. Development surpassed by controversies. Consensus, not controversy. Present ground reality.
and signboard for future Kerala Summit. പതിവ് ചാനൽ ചർച്ചകളിലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളില്ല, നിറം പിടിപ്പിച്ച നുണകളില്ല, വ്യക്തിഹത്യകളില്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു സംവാദ രീതിക്ക് തുടക്കം കുറിക്കുകയാണ് കേരള സമ്മിറ്റ്. റോഷ്നി ഭയങ്കര പ്ലേഫുള്ളായിരുന്നു, ഇപ്പോഴും വെരി സ്റ്റുഡിയസ് ആൻഡ് നൈസ് ആൻഡ് ഹംബിൾ ആൻഡ് എവറിത്തിങ്. ഇതിലൊരു കാര്യം, ഒരു പ്രത്യേക ഒരു സ്വഭാവം താങ്കൾക്കുണ്ട്, അത് ഇതിൽ മിസ്സായി പോയിട്ടില്ലേ? സ്വഭാവം എന്ന് പറയുന്നത് ഹോബി. ഇത് ലോകത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്കുള്ള ഹോബി ആയിരിക്കും, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. ക്യാൻ യു പ്ലീസ് ടെൽ ദ ഓഡിയൻസ്? പ്രൊഫഷണലി ഇതാണ് ഞാൻ, നിങ്ങളെ കണ്ടതാണ് ഞാൻ. എൻ്റെ പാഷനാണ്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെയും പാഷനാണ് അത്. വി റെസ്ക്യൂ സ്നേക്സ്. എന്നിട്ട് എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തിട്ട് വീട്ടിൽ കൊണ്ട് വെക്കോ? ഇല്ല, വീട്ടിൽ ഒരു ദിവസം വെക്കും. ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന 1 മാസമാണ്. അത് ആദ്യം പിടിച്ച പാമ്പിനെയാണ്. ബിക്കോസ് എവിടെ വിടണ്ടെന്ന് അറിഞ്ഞില്ല. ഫോറസ്റ്റ് ഓഫീഷ്യൽസിനെ വിളിച്ചു, ആരും വല്ലാണ്ട് ഇതാക്കില്ല. റസൽ വൈപ്പറിനെ പിടിച്ചത്. റസൽ വൈപ്പർ സെക്കൻഡ് പോയിസണസ്. പിന്നെ അതിന് നമ്മൾ കുറച്ച് ഭക്ഷണം ഇട്ടു. ഈ ഫ്രോഗിനെ പിടിക്കുകയൊക്കെ ചെയ്തു. അത് അടുത്ത ജോലി. പാമ്പിനെ പിടിച്ച ശേഷം പിന്നെ തവളെ പിടിക്കാൻ പോണം. പിന്നെ അത് കഴിച്ചില്ല, അതുകൊണ്ട് നമുക്ക് പേടിയായി ഇനി ചത്തുപോണ്ടെന്ന് വെച്ചു. അപ്പൊ പിന്നെ നമ്മള് 1 മാസം ഭക്ഷണം കിട്ടുമോ? ഇല്ല, അതിന്റെ അടുത്ത ദിവസം ഫ്രോഗിനെ പിടിച്ചിട്ടു. പക്ഷെ അത് താല്പര്യം തോന്നിയില്ല. അതെ. എന്നിട്ട് അതിന് അപ്പൊ വീട്ടില് ഇതൊരു മകനൊക്കെ ഇല്ലേ? മകളില്ലാത്ത സമയത്തായിരുന്നു. അപ്പൊ ഇത് പക്ഷെ ഇതെങ്ങനെയാ അതിനെ കൂട്ടിലൊക്കെ ഇട്ട്? ഞങ്ങളൊരു അക്വേറിയം ബോൾ ഉണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ഈ ചെല്ലട ഇട്ടിട്ട് അതിനെ സെലോ ടേപ്പ് ഒക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര പാമ്പുകളെ സംരക്ഷിച്ചു കാണും? ഇങ്ങനെ 12. ഒരു ഡസൻ പാമ്പുകളെ സംരക്ഷിച്ചൊരു വനിതയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. സോ ജഡ്ജസ്. രോഷ്നി, ഒരു പ്രത്യേക സങ്കല്പത്തിൽ കൂടെ കുട്ടികളെ പഠിപ്പിക്കണം. സ്നേഹം, സ്വാതന്ത്ര്യം, പഠിപ്പൊരിക്കലും ഒരു ഭാരമായി അവർക്ക് തോന്നരുത്. ഇതിൽ പലതിനോടും ഞാൻ യോജിക്കുന്നു. സ്നേഹം പൂർണ്ണമായിട്ട് വേണം, പഠിപ്പ് ഒരിക്കലും ഭാരമായിട്ട് തോന്നരുത്. പക്ഷെ സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം എന്താ? ഈസ് ഇറ്റ് അൺകണ്ടീഷണൽ ഫ്രീഡം? ഞാൻ അൺകണ്ടീഷണൽ ഫ്രീഡം അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ടീച്ചറിനെ കാണുമ്പോൾ കുട്ടികൾക്ക് പേടി തോന്നരുത്. അവർക്ക് എന്താണ് ഡൗട്ട് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഫ്രീഡത്തോടെ പോയി അവരോട് സംസാരിക്കാൻ പറ്റണം. അല്ല, അത് ഓക്കെ. പക്ഷെ ഫ്രീഡം എന്ന് പറയുമ്പോൾ അതൊരു വെറും ഒരു ഭ്രമമായിട്ട് മാറരുത്, വെറും ഒരു പാഷൻ. ഇപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഓൾസോ. ഫ്രീഡം കുട്ടികൾക്ക് നമുക്കൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ഫ്രീഡത്തിൻ്റെ കൂടെ സ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു ശിക്ഷയുമുണ്ട്. സ്നേഹിക്കുന്നവർ ശിക്ഷിക്കും ചെയ്യും. അപ്പോൾ കുട്ടികൾ ഏതെങ്കിലും ചെയ്യുന്ന സമയത്ത് അവർ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ ചെറിയ ശിക്ഷ കൊടുക്കും. ഞങ്ങൾക്കൊക്കെ പണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്ന മാഷന്മാർ നല്ല കാര്യത്തിന് അടിച്ചത് അവർ തലോടിയതിനെക്കാട്ടിലും മധുരമായ സ്മരണകളാണ്. അപ്പോൾ ഫ്രീഡം ഈസ് ഇറ്റ് അൺകണ്ടീഷണൽ? അത് ശരിയാണോ അൺകണ്ടീഷണൽ ഫ്രീഡം? അതിൻ്റെ കൂടെ വേണ്ട സമയത്ത് ശിക്ഷണവും വേണ്ടേ? അത് അധ്യാപകർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിൻ്റെ അടുത്ത് വെച്ചാൽ അത് കുഴപ്പമില്ല. ബിക്കോസ് അവർക്ക് തോന്നരുത് അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അവര് ഷൗട്ട് ചെയ്യാണെന്ന് തോന്നരുത്. സ്നേഹം അൺകണ്ടീഷണൽ. സ്നേഹത്തിന്റെ അകത്തുള്ള ശിക്ഷണവും കൂടി വേണ്ടേ ഫ്രീഡത്തിന്റെ ഉള്ളിൽ? അത് ശരിയാണ്. പിള്ളേർക്ക് തോന്നരുതോ ഇവർക്ക് ഇത്രയും സ്നേഹം ഉണ്ടാവുകൊണ്ട് എന്നെ ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല അല്ലെങ്കിൽ പനിഷ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ പുറത്ത് നിർത്തുക, അത് വേറെ പിള്ളേർ കാണുക, അത് അവർക്കൊരു ഇൻസൾട്ടായി തോന്നും. അപ്പൊ അത് അവരെ ബാധിക്കും. അത് എനിക്കൊരു ഇതുണ്ട്. മീര മാഡം. റോഷ്നി നല്ല സ്കൂളാണ്, നല്ല ടീച്ചറാണ്, പക്ഷെ അവിടെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അങ്ങനെ തോന്നിയോ? What is that missing in the school? റോഷിയുടെ സ്കൂളിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതെന്താണ്? എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എൻ്റെ ടീച്ചേഴ്സ് വളരെ പ്രൊഫഷണൽ ആണ്. തീർച്ചയായിട്ടും നല്ല കുട്ടികളാണ്, നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ടീച്ചേഴ്സാണ്. പക്ഷെ ഞാൻ അവിടെ കണ്ടതെല്ലാം ഒരേ നിലവാരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ്. നമ്മൾ എല്ലാ തട്ടുകളിൽ നിന്നുമുള്ള ആളുകളെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഒരു അസിമിലേഷൻ സാധ്യമല്ലാത്തത്?
മനസ്സിലായില്ല. അതായത് ഒരേ തരത്തിലുള്ള കുട്ടികൾ, ഐ മീൻ ഒരേ ഏജ് ഗ്രൂപ്പ് നിലവാരത്തിലുള്ള ഒരേ സാമ്പത്തിക പശ്ചാത്തലമുള്ള കുട്ടികളെയാണ് നമ്മളവിടെ കണ്ടത്. അതായത് ഒരേ ഏജ് ഗ്രൂപ്പും ഒരേ എക്കണോമിക് കണ്ടീഷനും, ഐ മീൻ ഓൾ ഫ്രം ദ സെയിം ലെവൽ. നമുക്ക് വേറെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് കുറച്ച് മെന്റൽ ഡിസബിലിറ്റി ഉണ്ട്, പക്ഷെ ആ കുട്ടി ക്യാമറ ഫേസ് ചെയ്യാൻ വന്നില്ല. അല്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ളത് മാത്രമല്ല, അവരുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാ തരക്കാരുമായ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആയിരുന്നു കുട്ടികൾ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അതെ, അത് ശരിക്കും കുട്ടികളുടെ വളർച്ചയ്ക്ക് മറ്റേതല്ലേ കുറച്ചുകൂടെ നല്ലത്? എല്ലാ തരക്കാരും ഒരേപോലെ ഇടപഴകുന്ന അത്തരം ഒരു സാമൂഹിക സാഹചര്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാവുകയില്ലേ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരു അധ്യാപിക എന്ന നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ തരത്തിലും അതും എല്ലാ ക്ലാസ്സിലത്തെയും പിള്ളേരുണ്ട്. അപ്പം ഒരു ക്ലാസ്സിലത്തെ അല്ലെങ്കിൽ ഒരു സെക്ഷനത്തെ കുട്ടികൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി ഡിസേബിൾഡ് കുട്ടികളെയും നമ്മൾ എടുക്കും. നമ്മൾ അവരെ എടുക്കില്ല എന്നുള്ളൊരു റൂൾ ഇല്ല നമ്മുടെ സ്കൂളിൽ. പക്ഷെ നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞ മാതിരി ആ കുട്ടി വന്നില്ല ക്യാമറയുടെ മുന്നിലേക്ക്. അതുമാതിരി സെയിം കൈൻഡ് ഓഫ് കുട്ടികൾ, അതെങ്കിൽ ഒരേ ഫാമിലി കണ്ടീഷൻസ് വരുന്ന കുട്ടികളാണ്, അത് പലതരത്തിൽ. ഇപ്പോൾ ഒരു ഞങ്ങളിപ്പോൾ അന്ന് ഇവരോട് ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് നന്നായി ഡ്രസ്സിങ്ങും പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കുട്ടികളെ വിട്ടത്. പിന്നെ ഇതെന്റെ ഫുൾ സ്ട്രെങ്ത് അല്ല, ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് വന്നത്. എത്ര കുട്ടികളുണ്ട്? 150 കുട്ടികളുണ്ട്. റോഷ്നി, ഇങ്ങനെ ഒരു കുട്ടികൾക്ക് സ്വാതന്ത്ര്യവും സ്നേഹവും പൂർണ്ണമായിട്ട് അവരെ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ തുടങ്ങാനുള്ള ഒരു ഇനീഷ്യൽ ഇൻസ്പിറേഷൻ, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എങ്ങനെ അത് അങ്ങനെ തോന്നലുണ്ടായത് മനസ്സിൽ? ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങുന്ന ഒരു സ്വപ്നം അത് എങ്ങനെ ആരംഭിച്ചത്? അതിൻ്റെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? ഞാൻ പറഞ്ഞ മാതിരി ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടം, പിള്ളേരെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഇത് ഫൗണ്ടേഷൻ ലെവൽ ഞാൻ തുടങ്ങിയത് മെയിനായിട്ട് ബിക്കോസ് കുട്ടികളുടെ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് അത് കുറച്ച് സ്ട്രോങ് ആവണം. അവിടെ കുറേ കൂടി കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം ടീച്ചേഴ്സിൻ്റെ അടുത്ത്. പിന്നെ പ്ലേ സ്കൂൾ ലെവലാവുമ്പോൾ അവർ കുറച്ചുകൂടി കളിയിലൂടെ പഠിപ്പിനെ, ഞാൻ ഉദ്ദേശിച്ചത് റോഷ്നി പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ അധ്യാപകർ നിന്നുണ്ടായിരുന്ന ആവശ്യമില്ലാത്ത ശിക്ഷാ നടപടികളൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ കുറേ എൻ്റെ സ്കൂളിൽ കുറേ ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ട്. അതെനിക്ക് മീഡിയ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം, ഈ സ്വപ്നത്തിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് മോട്ടിവേഷനും വർക്ക് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് കൈ നീട്ടിയിട്ട് എനിക്ക് മഹാനാവലിലെ രേഖയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞു ഈ കയ്യിൽ രേഖയില്ലാന്ന്. പുള്ളി കോമ്പസ് എടുത്ത് കൈ കുത്തി മുറിച്ചിട്ട് ചോദിച്ചു ഈ രേഖ മതിയാവുമെന്ന്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചില സ്ട്രോക്കുകളിലൂടെ മോട്ടിവേറ്റ് ആവാറുണ്ട്. അങ്ങനെ അതറിയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഈ കൺസെപ്റ്റും ഈ ബാംഗ്ലൂരിലെ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങി വളർത്തിയെടുക്കുന്നതും കുട്ടികളോട് കാണിക്കുന്ന സ്നേഹവും ഒരു ഉദാത്തമായ കർത്തവ്യമാണ്. അതെ, ആശംസകൾ. അപ്പോൾ മാർക്ക്? ഏഴരയാണ് മാർക്ക്. സോ റോഷിയുടെ സ്വപ്നം ജീവിതത്തിലെ 7.5 മാർക്കാണ്. പിഷ്കീന്ന് ഞാൻ വീണ്ടും പറയും, നിങ്ങൾ 3 പേരും പിഷ്കന്മാരാണ് മാർക്കിൽ. എന്നിരുന്നാലും ഈ സെഗ്മെന്റോട് അവസാനിക്കുന്നു. സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.